അച്ഛൻ ഇനി എന്ത് പറഞ്ഞാലും എനിക്ക് ഈ കല്യാണത്തിന് സമ്മതമല്ല. ധ്രുവൻ വീണ്ടും അത് തന്നെ പറഞ്ഞു. നീ എൻ്റെ മകനാണെങ്കിൽ ഞാൻ പറഞ്ഞതേ നീ അനുസരിക്കൂ, ഗംഗാധരനും വീറോടെ പറഞ്ഞു. ഞാൻ ആ പൊട്ടിയെ തന്നെ കല്യാണം കഴിച്ച് എൻ്റെ ജീവിതം തുലയ്ക്കണമെന്ന് അച്ഛൻ എന്താ ഇത്ര നിർബന്ധം? അറിയണോടാ നിനക്ക്? നീ നീ ഒരാളെ കാരണമാണ് ആരോഹിമോളുടെ സംസാരശേഷി നഷ്ടമായത്. അത് മറന്നു നീ? നീ മറക്കും എല്ലാം. പക്ഷെ ഞാനോ നിന്റെ അമ്മയോ ഒന്നും മറക്കില്ല. അച്ഛൻ പറഞ്ഞതും ധ്രുവൻ തലകുനിച്ചു നിന്നു. എന്താടാ ഇപ്പോൾ നിനക്ക് മിണ്ടാട്ടമില്ലേ? ഇതുവരെ ഘോരം ഘോരം പ്രസംഗിക്കുന്നുണ്ടായിരുന്നല്ലോ. നീ കാരണം അവൾക്ക് നഷ്ടമായത് അവളുടെ ശബ്ദം മാത്രമല്ല, അവളുടെ അച്ഛനെയും കൂടിയാണ്. ധ്രുവന്റെ ഓർമ്മകൾ വളരെ കാലത്തിന് പിന്നിലേക്ക് പോയി. അതൊരു മഴക്കാലമായിരുന്നു. തറവാട്ടിൽ നിന്നും അല്പം മാറിയൊരു പുഴ ഒഴുകുന്നുണ്ടായിരുന്നു. മഴക്കാലമായാൽ നിലയില്ലാ കയം പോലെയാണത്. എത്ര നീന്തൽ അറിയാവുന്നവർ പോലും തോറ്റുപോകും. അങ്ങനെയാണ് മഹേഷ് അമ്മാവനും അന്നൊരു തമാശയ്ക്ക് ആരോഹി പുഴയിൽ കാലുവഴുതി വീണു എന്ന് തമാശയ്ക്ക് പറഞ്ഞതായിരുന്നു. ഒരു 12കാരൻ്റെ തമാശ. മകളെ പ്രാണനായിരുന്ന അമ്മാവൻ മുന്നും പിന്നും നോക്കാതെ പുഴയിലേക്ക് ചാടി. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അമ്മാവൻ ചാടിയതിന് പിറകെ അച്ഛ എന്ന് ഉറക്കെ കരഞ്ഞു വന്ന ആരോഹിയെ ഇന്നും ഓർമ്മയുണ്ട്. അതിനുശേഷം അവൾ സംസാരിച്ചിട്ടില്ല. അച്ഛൻ്റെ മരണം നേരിട്ട് കണ്ടതിൻ്റെ ഷോക്കാണെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. ചിലപ്പോൾ തിരിച്ചു വരും, വരാതെ ഇരിക്കാം. ധ്രുവൻ അച്ഛനെയും അമ്മയെയും നോക്കി. അച്ഛാ, ഞാൻ അറിയാതെ ചെയ്തു പോയൊരു തെറ്റ്. അതിന് ഞാൻ എൻ്റെ ജീവിതം ഇല്ലാതാക്കണമെന്ന് പറയുന്നത് ന്യായമാണോ? ജീവിതം ഇല്ലാതെ ആക്കുന്നുവെന്ന് ആരാ പറഞ്ഞേ? ആരോഹിക്ക് സംസാരശേഷി ഇല്ലെന്നേ ഉള്ളൂ, സൗന്ദര്യവും വിദ്യാഭ്യാസവും ഉണ്ട്. പിന്നെ എന്താടാ? ദാ നോക്ക് ധ്രുവ, നീ അവളെ വിവാഹം കഴിച്ചില്ലെങ്കിൽ പിന്നെ ഞങ്ങളും നീയുമായി യാതൊരു ബന്ധവുമില്ല. ഉറപ്പിച്ചോ? അയാൾ അവൻ അവസാന താക്കീത് നൽകി അകത്തേക്ക് കയറിപ്പോയി. അമ്മ, അവൻ ദയനീയമായി അമ്മയെ നോക്കി. ഈ ഒരു കാര്യത്തിൽ ഞാൻ അച്ഛനൊപ്പമാണ്. നിന്റെ അച്ഛൻ അമ്മായിക്കും ആരോഹ്യമോൾക്കും വാക്ക് കൊടുത്തു. ഇനി അത് നടക്കാതിരുന്നാൽ അറിയാലോ. അമ്മയും കൈയൊഴിഞ്ഞു. ഹലോ മായ, ഞാൻ എത്ര സംസാരിച്ചിട്ടും അച്ഛൻ സമ്മതിക്കുന്നില്ല. ഈ വിവാഹം നടത്തിയേ തീരുമെന്ന ആളുടെ നിലപാട്. ഞാൻ എന്താ ചെയ്യുക? അപ്പോൾ അവർക്ക് വേണ്ടി എന്നെ ഒഴിവാക്കുവാണ് ധ്രുവ. ഫോണിലൂടെ അവളുടെ തേങ്ങൽ കേട്ടു. മായ പ്ലീസ്, ഇങ്ങനെയൊന്നും പറയാതെ. ഇനി ഒരു വഴിയേ ഉള്ളൂ. ഒരാൾ വിചാരിച്ചാൽ ഈ വിവാഹം നടക്കാതിരിക്കും. ആര്? ആരോഹി. അവൾക്കല്ലാതെ മറ്റാർക്കും ഇപ്പോൾ നമ്മളെ സഹായിക്കാൻ കഴിയില്ല. ഞാൻ അവളോട് സംസാരിക്കുന്നുണ്ട്. അവളിതിന് സമ്മതിക്കുമോ? സമ്മതിപ്പിക്കും. എനിക്ക് നീയേ ഉള്ളൂ ധ്രുവ. എനിക്കറിയാം, ഞാനുണ്ട്. പിന്നീട് അധികം വൈകാതെ ഫോൺ സംഭാഷണം നിലച്ചു. ദിവസങ്ങൾ കടന്നുപോയി. വിവാഹത്തിന് ഇനി അധികം ദിവസങ്ങളില്ല. വൈകുന്ന ഓരോ നിമിഷവും ധ്രുവൻ എന്തെങ്കിലും കാരണമുണ്ടാക്കി ഇത് മുടക്കും എന്നറിയാവുന്നതിനാൽ ഗംഗാധരൻ വളരെ വേഗത്തിൽ തന്നെ കരുക്കൾ നീക്കി. അങ്ങനെ ഒരു ദിവസം ധ്രുവൻ ആരോഹിയെ കാണാനെത്തി. അവൾക്കാകെ വല്ലാത്തൊരു പരിഭ്രമം തോന്നി. ഓർമ്മ വച്ച കാലം മുതൽ മനസ്സിൽ കൊണ്ടു നടക്കുന്നതാണ് ധ്രുവനെ. അവൻ മൂലം അച്ഛനെയും ശബ്ദവും നഷ്ടമായപ്പോഴും മനസ്സിലെ അവൻ്റെ സ്ഥാനം ഒരിക്കലും മാറിയിരുന്നില്ല. വിവാഹക്കാര്യം അമ്മാവൻ അറിയിക്കുമ്പോൾ അവരുടെ മനസ്സിൽ തൻ്റെ പ്രണയം പൂവണിയാൻ പോകുന്നതിനുള്ള സന്തോഷത്തിൽ തൻ്റെ കുറവിനെയോ അവൻ്റെ ഇഷ്ടത്തെയോ അവൾ ഓർത്തില്ല. മനസ്സിൽ അവൻ മാത്രമായിരുന്നു. വിവാഹവും സ്വപ്നം കണ്ടിരിക്കുകയാണോ നീ? പിന്നിൽ നിന്നും അവൻ്റെ സ്വരം കേട്ടതും അവൾ തിരിഞ്ഞു നോക്കി. അവൻ്റെ ഭാവം എന്തെന്ന് അവൾക്ക് മനസ്സിലായില്ല. പറയാരോഹി, വിവാഹവും അത് കഴിഞ്ഞുള്ള ജീവിതവും സ്വപ്നം കണ്ടിരിക്കുകയാണോ നീ? എങ്കിൽ അതൊന്നും നടക്കാൻ പോകുന്നില്ല. അതിനായി നീ ആഗ്രഹിക്കേണ്ട. ഒരു നിമിഷം അവളുടെ ഹൃദയം നിന്നുപോയി. മിഴിച്ചു നോക്കണ്ട നീ. എന്നെ വിവാഹം കഴിച്ച് എൻ്റെ കൂടെ ജീവിക്കാൻ എന്ത് യോഗ്യതയാണ് നിനക്കുള്ളത്? ദാ നോക്ക്, ഞാൻ സ്നേഹിക്കുന്ന ഒരുവളുണ്ട്. അവളെ വിവാഹം കഴിക്കുമെന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞതാ. പക്ഷെ അച്ഛന് കടപ്പാടും കോപ്പും ഒക്കെയാണ് വലുത്. അതുകൊണ്ട് നീയായി തന്നെ ഒഴിവായി ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറിക്കോ. എനിക്ക് ഒരിക്കലും മായെ മറക്കാനോ നിന്നെ ആ സ്ഥാനത്ത് കാണാനോ കഴിയില്ല. അത് ഓർമ്മയിലിരിക്കട്ടെ. തൻ്റെ മുന്നിൽ നിന്നും നടന്നകലുന്നവനെ ഹൃദയവേദനയോടെ അവൾ നോക്കി നിന്നു. അമ്മയോടെല്ലാം പറയാം. ഇഷ്ടമില്ലാതെ ധ്രുവന്റെ ജീവിതത്തിലേക്ക് കടക്കില്ല എന്നവൾ തീരുമാനിച്ചു. വിവാഹത്തിനായി എത്തിയവരോട് സന്തോഷത്തോടെ സംസാരിച്ചു കൊണ്ട് നിൽക്കുകയാണ് സാവിത്രി. സംസാരശേഷിയില്ല എന്നുള്ള വൈകല്യം കൊണ്ട് തൻ്റെ മോളുടെ വിവാഹം നടക്കാതെ പോകുമോ എന്നുള്ള ആധിയിലായിരുന്നു അവർ. എല്ലാവരോടും ഏട്ടൻ്റെയും മകൻ്റെയും ഉയർന്ന മനസ്സിനെ വാനോളം പുകഴ്ത്തി മോളുടെ നല്ല ഭാവിയെ ഓർത്ത് സന്തോഷിക്കുന്ന അമ്മയെ കണ്ടപ്പോൾ അവൾക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല. ഉള്ളിലെ സങ്കടങ്ങൾ ആരോടും പറയാനോ ഒന്ന് ഉറക്കെ കരയാനോ ആവാതെ അവൾ മുറിയിലേക്കോടി. ഇന്നാണ് ആരോഹിയുടെയും ധ്രുവൻ്റെയും വിവാഹം. അവന് അവസാന നിമിഷം വരെ വിശ്വാസമുണ്ടായിരുന്നു. അവൾ
വിവാഹത്തിൽ നിന്ന് പിന്മാറുമെന്ന്. പക്ഷെ അവൻ്റെ വിശ്വാസത്തെ തകർത്തുകൊണ്ട് സർവാഭരണ വിഭൂഷിതയായി ആരോഹി എത്തി. അവളോട് വല്ലാത്ത ദേഷ്യം തോന്നി അവന്. താലി കെട്ടുമ്പോഴും കൈ പിടിക്കുമ്പോഴും ഒന്നും അവളുടെ മുഖത്തേക്ക് നോക്കിയില്ല അവൻ. അവളും അതെ. അവനെ എങ്ങനെ അഭിമുഖീകരിക്കും എന്നതിലുപരി അവൻ്റെ വെറുപ്പ് നിറഞ്ഞ മുഖം കാണാൻ അവൾ ആഗ്രഹിച്ചില്ല. നിന്നോട് ഞാൻ എല്ലാം പറഞ്ഞതല്ലേ എടി, എന്നിട്ട് നീ ഇനി കാണാൻ പോകുന്നതേ ഉള്ളൂ ഈ ധ്രുവൻ ആരാണെന്ന്. ആദ്യ രാത്രിയിൽ അവൻ്റെ വാക്കുകൾ അവളുടെ നെഞ്ചിലേക്ക് തറഞ്ഞു കയറി. ഇനിയുള്ള ജീവിതം എന്താകുമെന്നറിയാതെ അവൾ നിശബ്ദമായി തേങ്ങി. അധികം താമസിയാതെ അവർ രണ്ടും കൊച്ചിയിലെ അവൻ്റെ ഫ്ലാറ്റിലേക്ക് മാറി. ഒരേ വീട്ടിലെ 2 മുറികളിലായി അവർ ഇരുവരും കഴിഞ്ഞു. ഒരു വാക്കിലോ നോക്കിലോ ആരോഹി എന്നൊരാൾ കൂടെ ഉണ്ട് എന്നവൻ ഓർക്കാനേ പോയില്ല. ഓരോ നാൾ കഴിയുന്തോറും ആരോഹിക്ക് മനസ്സിലായിരുന്നു അവൻ പറഞ്ഞതുപോലെ തന്നെ അവൻ്റെ ജീവിതത്തിലോ മനസ്സിലോ തനിക്കൊരു സ്ഥാനവുമില്ലെന്ന്. പലപ്പോഴും തൻ്റെ മുന്നിൽ വെച്ച് മായയോടുള്ള പ്രണയ സംഭാഷണങ്ങൾ നടത്താറുണ്ടായിരുന്നു അവൻ. ദിവസങ്ങൾ വിരസതയോടെ കടന്നു പോകവേ ഒരു നാൾ ആരോഹിയുടെ ആകെയുള്ള ആശ്വാസം അടുത്തുള്ള ക്ഷേത്രത്തിൽ പോവുക എന്നതായിരുന്നു. എന്നെങ്കിലും ധ്രുവന്റെ മനസ്സ് മാറണേ എന്ന പ്രാർത്ഥനയാണ് അവൾക്ക്. ക്ഷേത്രത്തിൽ നിന്നും പതിവിലും വൈകിയതിനാൽ അവൾ എത്താനും വൈകിയിരുന്നു. വാതിൽ ലോക്കല്ലാത്തതിനാൽ അവൾ തുറന്നു അകത്തു കയറി. ചില ദിവസങ്ങളിൽ അവനുണ്ടാകാറുള്ളത് കൊണ്ട് അവൾക്ക് സംശയമൊന്നും ആദ്യം തോന്നിയില്ല. അകത്ത് സോഫയിലായി കിടന്ന ഹാൻഡ് ബാഗും നിലത്തെ ഹൈ ഹീൽഡ് ചെരുപ്പും കണ്ടപ്പോൾ അവൾക്കെല്ലാം മനസ്സിലായിരുന്നു. തളർച്ചയോടെ അവൾ സോഫയിലേക്കിരുന്നു. അകത്തെ മുറിയിൽ നിന്നും കളിച്ചിരികൾ കേൾക്കാം. കണ്ണുകൾ നിറഞ്ഞു തൂവി. സ്വയം പുച്ഛം തോന്നി അവൾക്ക്. മണിക്കൂറുകൾ കടന്നുപോയി. ഒടുവിൽ ആ മുറിയുടെ വാതിൽ തുറക്കപ്പെട്ടു. മായയുടെ തോളിൽ കൈയിട്ട് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ധ്രുവൻ ഇറങ്ങി വന്നു. ഹാളിലെ സോഫയിലിരിക്കുന്ന ആരോഹിയെ കണ്ടതും രണ്ടുപേരും ഒരു നിമിഷം പകച്ചു. ആരോഹി മായയെ നോക്കി. അവളുടെ മുഖത്ത് ഒരു പുച്ഛമായിരുന്നു. സ്വയം തീച്ചൂളയിൽ അകപ്പെട്ട പോലെ തോന്നി ആരോഹിക്ക്. അവൾ ധ്രുവനെയെ നോക്കി. അവളുടെ മുഖത്ത് നോക്കാതെ നിൽക്കുകയാണ് അവൻ. ആരോഹി വേഗം അവളുടെ മുറിയിലേക്ക് പോയി വാതിലടച്ചു. സ്വന്തം അവസ്ഥയെ ഓർത്ത് അവൾക്ക് ഭ്രാന്ത് പിടിക്കും പോലെ തോന്നി. ഒന്നുറക്കെ അലറിക്കരയാൻ അവൾ അതിയായി ആഗ്രഹിച്ചു പോയി. ഒന്നും ഒരിക്കലും മാറില്ലെന്ന സത്യം അവൾ ഉൾക്കൊണ്ടിരുന്നു ആ നിമിഷം. കരഞ്ഞെപ്പോഴും അവൾ മയങ്ങിപ്പോയി. വാതിലിൽ തുടരെയുള്ള തട്ട് കേട്ടാണ് അവൾ കണ്ണുകൾ ആയാസപ്പെട്ട് തുറന്നത്. എങ്ങനെയോ എഴുന്നേറ്റ് പോയി അവൾ വാതിൽ തുറന്നു. മുന്നിൽ നിൽക്കുന്നവരെ കണ്ട് ഉള്ളിലെ സങ്കടങ്ങൾ വീണ്ടും അണപൊട്ടി. അവൾ വേഗം സാവിത്രിയെ ഇറുക്കി കെട്ടിപ്പിടിച്ച് കരഞ്ഞു. എന്താ മോളെ, എന്താ എൻ്റെ കുട്ടി കരയുന്നത്? അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അമ്മ ചോദിച്ചു. ഗംഗാധരനും ധ്രുവന്റെ അമ്മയും അവളെ സമാധാനിപ്പിച്ചുകൊണ്ട് അടുത്തു തന്നെ ഉണ്ടായിരുന്നു. ഗംഗാധരൻ മകനെ സൂക്ഷ്മമായി നോക്കി. അവൻ്റെ മുഖഭാവത്തിൽ നിന്നും അയാൾക്ക് ഏകദേശം എല്ലാം മനസ്സിലായിരുന്നു. അമ്മയും അമ്മാവനും അമ്മായും ഒക്കെ വന്നത് ഒരു പരിധിവരെ അവൾക്ക് അല്പം സമാധാനം നൽകിയിരുന്നു. അവരുമുള്ളതുകൊണ്ട് രാത്രിയിൽ ധ്രുവന്റെ മുറിയിലാണ് ആരോഹിയും കിടന്നത്. അവളെ എന്തെങ്കിലും പറഞ്ഞ് നോവിക്കണോ എന്ന് കരുതിയിരുന്ന ധ്രുവന്റെ പ്രതീക്ഷകളെ തെറ്റിച്ചുകൊണ്ട് ആരോഹി ബാൽക്കണിയിലിറങ്ങി ഡോർ അടച്ചിരുന്നു. പുറത്തെ കാഴ്ചകളിലേക്ക് കണ്ണുനട്ട് അവളാ രാത്രി വെളുപ്പിച്ചു. പിറ്റേന്ന് എല്ലാവരും പോകാൻ തയ്യാറെടുക്കുമ്പോൾ അമ്മയ്ക്കൊപ്പം പോകണമെന്ന് വാശി പിടിച്ചു ആരോഹി. അവരുടെ അവസ്ഥയിൽ അല്പം മാറ്റം ആവശ്യമാണെന്ന് മനസ്സിലാക്കി ഗംഗാധരൻ അവളെ ഒപ്പം കൂട്ടി. എല്ലായ്പ്പോഴും തന്നെ നോക്കിയിരുന്നവളിൽ നിന്നും ഇന്നലെ മുതലുള്ള അവഗണന എന്തുകൊണ്ടോ ധ്രുവന്റെ മനസ്സിൽ ആദ്യമായൊരു നോവുണർത്തി. പോകുമ്പോൾ പോലും അവൾ തന്നെയൊന്ന് നോക്കിയില്ല എന്ന് കണ്ടപ്പോഴാണ് ഇന്നലെ അവൾക്ക് താൻ നൽകിയ മുറിവ് എത്രത്തോളം വലുതായിരുന്നു എന്ന് അവന് മനസ്സിലായത്. ദിവസങ്ങൾ കടന്നുപോയി. മായയെ ഒരിക്കൽ മറ്റൊരു പുരുഷനൊപ്പം ഒരു ഹോട്ടലിൽ വെച്ച് കണ്ടപ്പോൾ ധ്രുവന് മനസ്സിലായി താൻ ചതിക്കപ്പെട്ടു എന്നത്. അന്നവൻ ഒരുപാട് കരഞ്ഞു. ആരോഹിയുടെ മനസ്സിനെ നോവിച്ചതിനുള്ള ശിക്ഷയാണെന്നവന് മനസ്സിലായി. പിന്നീടങ്ങോട്ട് അവളുടെ ഓർമ്മയിലായി അവൻ്റെ ജീവിതം. അധികം വൈകാതെ അവൻ നാട്ടിലേക്ക് മടങ്ങി. നീ വന്നതെന്തായാലും നന്നായി. ആരോഹി മോൾ അവളുടെ അപ്പച്ചിയുടെ അടുത്തേക്ക് പോകുവാണ്, കുവൈറ്റിലേക്ക്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ശരിയായി. ഗംഗാധരൻ പറയുമ്പോൾ സങ്കടമോ ദേഷ്യമോ ഒക്കെ തോന്നി ധ്രുവന്. അത് നിങ്ങൾ മാത്രം തീരുമാനിച്ചാൽ മതിയോ? അവൾ എൻ്റെ ഭാര്യയാണ്. എങ്ങോട്ട് പോകണം പോകണ്ട എന്ന് ഞാനും കൂടി തീരുമാനിക്കണം. അവൻ പറഞ്ഞു നിർത്തിയതും അയാൾ അവൻ്റെ കരണം നോക്കി ഒന്ന് കൊടുത്തു. ഇത് നിനക്ക് ഞാൻ മുന്നേ തരണമായിരുന്നു. ഒരു ഭർത്താവ് വന്നേക്കുന്നു, പോടാ. അയാൾ അവനെ മറികടന്ന് മുറിയിലേക്ക് പോയി. അമ്മായിയുടെ വീട്ടിലേക്ക് വേഗത്തിൽ നടന്നു പോകുമ്പോൾ അവൻ്റെ മനസ്സ് നിറയെ അവൾ തന്നെ വിട്ട് എന്നേക്കുമായി പോകുമോ എന്ന ചിന്തയായിരുന്നു. അവളുടെ മുറിയിലേക്ക് കയറുമ്പോൾ എന്തിനോ അവൻ്റെ നെഞ്ച് വല്ലാതെ മിടിച്ചു. ആരോഹി. ബാൽക്കണിയിലെ ഊഞ്ഞാലിലിരിക്കുന്ന ആരോഹിയെ അവൻ വിളിച്ചു. അവൾ അവനെ നോക്കി. വീണ്ടും പുറത്തേക്ക് നോക്കിയിരുന്നു. ആരോഹി, ഞാൻ ചെയ്തതൊക്കെ തെറ്റ്. മാപ്പ് തരണമെന്ന് പറയാനേ എനിക്ക് കഴിയൂ.
മാപ്പ്. തൊഴുകയോടെ അവൻ അവളുടെ മുൻപിൽ നിന്നു. ഇനി എന്തിനാ മാപ്പൊക്കെ? ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോവല്ലേ? അവൾ വിരലുകൾ കൊണ്ട് പറഞ്ഞു. ആരോഹി പ്ലീസ്, എന്നെ വിട്ടിട്ട് പോവല്ലേ? പോവാതിരിക്കാനും മാത്രം എന്ത് യോഗ്യതയാണ് എനിക്കുള്ളത്? സംസാരിക്കാൻ കഴിയാത്ത എന്നെ എന്തിനാ നിങ്ങൾക്ക്? ആരോഹി വിരലുകൾ കൊണ്ട് പറഞ്ഞു. നീ എൻ്റെ അടുത്തു നിന്നും വന്ന ശേഷമാണ് നിന്റെ മൗനത്തെ ഞാൻ തിരിച്ചറിഞ്ഞത്, സ്നേഹിച്ചത്. നിനക്ക് വേണ്ടി ഇനി ഞാനുണ്ടാകും, നിന്റെ ശബ്ദമായി. കാത്തിരിക്കാൻ ഞാൻ എത്ര കാലം വേണമെങ്കിലും. ആരോഹിക്കും ഒരു കാത്തിരിപ്പ് ആവശ്യമായിരുന്നു. മനസ്സിനേറ്റ മുറിവിനെ കാലം മായ്ച്ചു കളയുന്നതിന് വേണ്ടിയുള്ള കാത്തിരിപ്പ്. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.